നമ്മള് വിചാരിച്ചില്ലല്ലോ ഇത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സംഭവം വീണ്ടും ചെയ്യേണ്ടി വരും. ഇത് ജനിച്ചപ്പോ എന്ത് നഗർന്നറിഞ്ഞോ അവൻ വയറ്റിന്റെ അകത്തിരുന്ന് നഖം വളർത്തുന്നത്. എന്ത് കുഞ്ഞാണ് എടുക്കണത് എടുക്കാല്ലേ ഇങ്ങനെ റാപ്പ് ചെയ്ത് ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ പിടിക്കാം. ഇപ്പൊ ജെൻഡർ ഏതാന്ന് അറിയാത്തത് കൊണ്ട് അതുകൊണ്ട് രണ്ടും എടുത്തു, ബ്ലൂ എടുത്തു, പിങ്കും എടുത്തു. ഏതാണെങ്കിലും സന്തോഷം നമുക്ക്. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. വളരെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ്. പക്ഷെ നമ്മള് വിചാരിച്ചില്ലല്ലോ ഇത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സംഭവം വീണ്ടും ചെയ്യേണ്ടി വരും. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് ആർക്കും ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇന്നത്തെ വ്ലോഗ്. നിങ്ങൾക്ക് തബ്നേല് കണ്ടപ്പോ ഒരു ഐഡിയ കിട്ടി കാണും. പക്ഷെ തബ്നേല് പറഞ്ഞ കാര്യമൊക്കെ സത്യമാണ്. നമ്മളിപ്പോ ഒരു എന്താ പറയാ പ്രഗ്നൻസി കിറ്റ് അല്ലേ, പ്രഗ്നൻസി കിറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബാഗ് കിറ്റ്. ഒരു ന്യൂ ബോണിനെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ പ്രഗ്നന്റ് ആയ ലേഡീസിന് ബാഗ് പാക്ക് ചെയ്യുമ്പോ എന്തൊക്കെ സാധനങ്ങളാണ് അത്യാവശ്യമായ സാധനങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. അത് ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്, അല്ലാതെ വെറുതെ ഷോപ്പ് ചെയ്യല്ല. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഹോം ബേക്കർ വീണ്ടും നല്ല ഫുഡ് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അത് ഷെയർ ചെയ്യാനുള്ളതില്ല, കാരണം 5-6 ഉള്ളൂ. അതുകൊണ്ട് പ്രിയ പോയി കാറിലിരിക്കും, ഞാനത് കഴിച്ചിട്ട് ഞാൻ കാറിൽ വരും. കാരണം എന്തായാലും പ്രിയ ഡയറ്റിംഗ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനി ഞങ്ങള് വാങ്ങിയ ഫസ്റ്റ് വേദുവിന് എവിടുന്നാണോ പർച്ചേസ് ചെയ്ത് ആ സെയിം സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ വെച്ച് കാണാം. അപ്പൊ ഞാൻ ഷോപ്പിങ്ങിന് പോയി വന്നിട്ട് ഞാൻ കഴിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് അവിടെ വെച്ച് കാണാം. ബൈ. അപ്പൊ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഹോം മെയ്ഡ് ഡിസേർട്സ് ആണ്. ഞാൻ 2 ആഴ്ചയായിട്ട് കാണിക്കുന്നത്, പക്ഷെ ഈ ആഴ്ച കാണിക്കുന്നത് എന്റെ വളരെ ഫേവറേറ്റ്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും, പക്ഷെ ഇതുവരെ അങ്ങനെ കാണിക്കാത്തതും. എസ്പെഷ്യലി എറണാകുളത്തൊക്കെ അത് കിട്ടാൻ പാടില്ല, കാരണം ഇത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇറ്റ് ടേസ്റ്റ് റിയലി ബാഡ്. ഒരു ആവറേജ് ആയിട്ട് പറയാൻ പറ്റില്ല, ഒന്നില്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ് ആൻഡ് ബാഡ്. അതെന്താ സംഭവം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഐ എം വെരി എക്സൈറ്റഡ്. അപ്പൊ ഇതും വീണ്ടും ഒരു യങ് ഗേൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഫ്രഞ്ച് മാക്കറൂൺസ്. എല്ലാവർക്കും അറിയാം ഹൗ മച്ച് ഐ ലവ് മാക്കറൂൺസ് ഉണ്ട്. പിന്നെ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് മാക്കറൂൺസ് ആണ്, പക്ഷെ ഇത് മധുരം ആയിരിക്കില്ല, സേവറി ആയിരിക്കും. അത് നോക്കണം. പിന്നെ ഇതും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതെല്ലാം ഫ്രഞ്ച് സംഭവമാണ്. ഫ്രഞ്ച് ആണല്ലോ ഡിസേർട്ടിൽ നമ്പർ 1. ഇത് ആക്ച്വലി മാൻഡലിൻസ് എന്ന് പറയും. ഇതും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്ന് കഴിച്ചു നോക്കട്ടെ. എന്തോ കേക്കാണ് വിത്ത് സം ഷുഗർ കോട്ടിങ്. ലുക്സ് റിയലി ഗുഡ്. എന്തായാലും നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യാം. ഫുഡ് എപ്പോഴും കിട്ടുന്ന ഗിഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഉണ്ടല്ലോ. നല്ലൊരു അൺബോക്സിംഗ് ആണ്. എനിക്ക് സത്യം ഞാൻ വീണ്ടും പറയും, എൻ്റെ ഫേവറേറ്റ് അൺബോക്സിംഗ് ഇതാണ്. അപ്പോൾ മാക്രൂൺ ആദ്യമേ അൺബോക്സ് ചെയ്ത് ആദ്യമേ മാക്രൂൺ ടേസ്റ്റ് ചെയ്യാം, പിന്നെ മാൻഡലിൻസ് ടേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സേവറി മാക്രൂൺസും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഈ മാക്രൂൺസിലെ അവർ ഫ്ലേവേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് ഗുഡ് മാക്രൂൺസ്. ലുക്സ് സോ ഗുഡ്. ഈ മാക്രൂൺസ് ആക്ച്വലി കുറേ കാര്യങ്ങളുണ്ട്. ഫ്രഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്ഷൻ ആണ്, എസ്പെഷ്യലി ഇൻ ഫുഡ്. ഇതിൻ്റെ ഈ വെളിയിലത്തെ സർഫസ് ഷുഡ് ബി വെരി സ്മൂത്ത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഈ ആക്ച്വലി റേഷ്യോ അവർ ആക്ച്വലി നമ്മൾ ഇവിടെ എനിക്കറിയില്ല, പൊതുവെ കാണുന്നത് 1:1 അല്ലെങ്കിൽ ഈവൻ 2:1 അതിൽ കുറയുന്നത്. സാധാരണ ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് വളരെ കുറയും. ആൻഡ് ദെൻ ഇറ്റ് ജസ്റ്റ് ടേസ്റ്റ് ലൈക്ക് ഷുഗർ. പക്ഷേ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഫസ്റ്റ് ബൈറ്റ് എടുത്ത് തന്നെ ചോക്ലേറ്റ് ഹേസൽനട്ട് ആൻഡ് ബ്രൗണി മാക്രൂൺ ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആക്ച്വലി ക്യാമറ കട്ട് ചെയ്തായിരുന്നു, അവിടെ വെച്ച് നടുക്ക് വെച്ച് നിർത്തിയായിരുന്നു. ബിക്കോസ് എനിക്ക് ആ ചോക്ലേറ്റ് മാക്രൂണിന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നി. സോ ഐ തോട്ട് ഐ വോണ്ട് പോസ്റ്റ് ദിസ് വീഡിയോ. പക്ഷേ ഞാൻ എല്ലാം നിർത്തിയിട്ട് ഐ ടുക്ക് ദിസ് റോസ് മാക്രൂൺ ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ ഇറ്റ്സ് റോസ്. ആൻഡ് ഐ ഹാഡ് എ ബൈറ്റ് ഓഫ് ദിസ്. ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. ഡെലിഷ്യസ് മാക്രൂൺസ്. ദ ക്രസ്റ്റ് വെളിയിൽ വളരെ ഒരു ക്രിസ്പ് ലെയർ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സ്മൂത്ത്. അതിൻ്റെ തൊട്ട് താഴത്തെ ലെയർ ഷുഡ് ബി ക്രംബ്ലി ആൻഡ് ചൂയി. നോട്ട് വെരി ക്രംബ്ലി ബട്ട് മോർ ടുവേർഡ്സ് ചൂയി സൈഡ് ആയിരിക്കണം. അകത്തെ ഫില്ലിംഗ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഈക്വൽ പ്രൊപ്പോർഷൻസ് ഓഫ് ദീസ്. ഈ 2 ടോപ്പ് എന്താ ക്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ സെയിം ഒരു രീതിയിലുള്ള ക്രസ്റ്റ് ഇതായിരിക്കണം, ക്രീം ആയിരിക്കണം. സോ ഫില്ലിംഗ് ഷുഡ് ബി ദർ. ആൻഡ് ഈ കടിച്ചു കഴിയുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ പൊടിഞ്ഞ് വീടരുത്. ഇറ്റ് ഷുഡ് ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ചൂയി ടെക്സ്ചർ. ആൻഡ് ഇൻ മാക്രോണിന്റെ ഏറ്റവും പ്രശ്നം എന്താണെന്ന് അറിയോ, ഫ്ലേവർ എപ്പോഴും ഷുഗറിന്റെ ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. സാധാരണ പ്രശ്നം അങ്ങനെ, പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ദിസ് ടേസ്റ്റ് ലിറ്ററലി ലൈക്ക് റോസ്. ഐ തിങ്ക് സോ ഇറ്റ്സ് റോസ്. കാരണം മുകളിൽ റോസ് പെറ്റൽ പോലെയൊക്കെ തോന്നി. ദിസ് ടേസ്റ്റ് അമേസിങ്. ദിസ് ഗേൾ നോസ് ഹൗ ടു ബേക്ക്.
പുള്ളി തിങ്ക് ചോക്ലേറ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് വേണമെന്നേ ഉള്ളൂ. വേറെ ഫ്ലേവേഴ്സ് നോക്കട്ടെ. അമേസിങ്. ഇതും കണ്ട പ്രസ് ചെയ്യുമ്പോൾ തന്നെ ചെറുതായിട്ട് ഒന്ന് ഒരു പൊട്ടണം കണ്ട. അങ്ങനെ അതാണൊക്കെ ഒരു മാക്രോണിന്റെ ഒക്കെ ഒരു സുഖം. ഇതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സ്മാഷിങ്. ഐ നെവർ തോട്ട് ഇത്രയും നല്ലൊരു മാക്രോൺസ് ഒക്കെ ഇവിടെ കിട്ടുന്നു. ഇറ്റ്സ് നോട്ട് എ ബെസ്റ്റ്, ഒബ്വിയസ്ലി ഞാൻ കഴിച്ചില്ല ബെസ്റ്റ് ഒന്നല്ല, പക്ഷെ ഇറ്റ്സ് റിയലി ഗുഡ് ക്വാളിറ്റി. അകത്ത് കാരമലാണ്. ഐ തിങ്ക് ഇറ്റ്സ് കാരമൽ ആൻഡ് മിൽക്കിന്റെ വല്ല ആയിരിക്കാനാണ് സാധ്യത. ഐ തിങ്ക് സോ. അല്ലെങ്കിൽ കാരമലാണ് മെയിൻ ഫ്ലേവർ. ദിസ് ഓൾസോ ടേസ്റ്റ് ഗുഡ്. എന്തോ പറ്റിയാവോ ചോക്ലേറ്റ് അങ്ങനെ ആയിപ്പോയത്. അടിപൊളി. ഞാൻ പറഞ്ഞ പിള്ളേർക്ക് വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാക്രോൺ ട്രൈ ചെയ്യാത്തവര്, ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ഡു ഓർഡർ ഫ്രം ദീസ്. ഇവിടുന്ന് ഓർഡർ ചെയ്യാം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് അടിയിൽ കൊടുക്കാം. അപ്പോൾ മാൻഡലീൻസും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റ് ടൈമാണ്. നൈസ്. പക്ഷെ അങ്ങനെ ഭയങ്കര ബോൾഡ് ഫ്ലേവേഴ്സ് അല്ല. എനിക്ക് എനിക്ക് ഭയങ്കര റിച്ച് ഫ്ലേവേഴ്സ് ആണ് ഇഷ്ടം. ഇത് വളരെ നല്ലൊരു സോഫ്റ്റ്, ഒരു ഈവനിങ് ടീക്കൊക്കെ പറ്റിയ അല്ലെങ്കിൽ കോഫിക്കൊക്കെ പറ്റിയ കേക്കാണ്. സ്ലൈറ്റ്ലി ഷുഗർ, ആക്ച്വലി പെർഫെക്റ്റ്. ഈ സ്കോൺസ് ഒക്കെ പോലത്തെ സംഭവം തോന്നുന്നു. വളരെ ലൈറ്റ്, വളരെ ഡെലിക്കേറ്റ്, വളരെ സിമ്പിൾ സോഫ്റ്റ് ഫ്ലേവറാണ്. ബേക്ക് ടു പെർഫെക്ഷൻ. കാരണം ഡ്രൈനെസ് ഒട്ടുമില്ല, അത്യാവശ്യം മോയ്സ്റ്റ് ആണ്. ആ സമയത്ത് ഒരുപാട് ഡെൻസും അല്ല. റിയലി ഗുഡ് കേക്ക്. പക്ഷേ ഇതുപോലെ ചോക്ലേറ്റ് സോസ് ഉണ്ടെങ്കിൽ അതിൽ മുക്കി കഴിച്ചാലേ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ദ മാക്രോൺസ് ആൻഡ് എസ്പെഷ്യലി ദ റോസ് ആൻഡ് ദി കാരമൽ. വേറൊരു ഫ്ലേവറും കൂടി ഉണ്ട്, ഞാൻ പക്ഷെ എല്ലാം കൂടെ ടേസ്റ്റ് ചെയ്തില്ല. ഓക്കെ, അപ്പൊ കാണാം. പ്രിയ, അപ്പൊ എക്സൈറ്റഡ് ആണോ? നമ്മള് ഓർമ്മയുണ്ടോ നമ്മൾ രണ്ടും കൂടി ഇവിടെ വന്ന് ബിഫോർ യു ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ വേദുവിനുള്ള സാധനങ്ങൾ വാങ്ങിയത്? അപ്പൊ സെയിം സംഭവം വീണ്ടും സംഭവിക്കുകയാണ്. അപ്പൊ അകത്തേക്ക് കയറിക്കോ. എൻ്റെ ഇടയ്ക്ക് കഫേ 17 ഒക്കെ തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. തൊട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് കഫേയാണ്, വൺ ഓഫ് ദ ഫേവറേറ്റ് കഫേ ആണ്. പിന്നെ ഇലക്ട്രിക് വണ്ടി വാങ്ങിയത് ശരിക്കും നന്നായി കേട്ടോ. പെട്രോളിൻ്റെ കാര്യം ഇപ്പം 100 അടയ്ക്കുമല്ലോ, പക്ഷെ നമുക്ക് ഇറ്റ് ഡസന്റ് എഫക്റ്റ് അസ്. സോ അങ്ങനത്തെ ഒരു നല്ല കാര്യമുണ്ട്. ഓക്കെ, എന്തായാലും അകത്തേക്ക് പോവാം. ഫ്രീ. അപ്പം നമുക്ക് കോസ്മെറ്റിക്സ് തന്നെ തുടങ്ങാം. നമ്മളും വേദന ആദ്യം ഇത് തന്നെയായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ. അന്ന് ഹിമാലയ ആയിരുന്നു ഏറ്റവും നമുക്ക് ഷാംപൂ ഉണ്ട്, മസാജ് ഓയിൽ എല്ലാം ഉണ്ട്. ഒരു ന്യൂ ബോൺ ട്രീറ്റുകൾ എല്ലാം ഉണ്ട്. ക്രീം ഉണ്ട്. ഓക്കെ, അപ്പൊ പൗഡറിന്റെ ആവശ്യമില്ല ആക്ച്വലി. ചിലവരിടും പൗഡർ ഇട്ടാലും. പിന്നെ ബേബിക്ക് പൗഡർ ഇടും. പൗഡർ ഇടരുതെന്ന് പറയില്ലേ ഡോക്ടർ? ഒന്നും കുഴപ്പമില്ല. ആണല്ലേ? അപ്പൊ അത് മാറണം അല്ലെ? വയറ്റിലെ പൊക്കിൽ കൂടി പോരണം. ഓക്കെ, അപ്പൊ ഇടരുത് കേട്ടോ. അപ്പൊ ആദ്യമേ ഇതെടുത്തു. അല്ല, ഇവിടെ നിന്നുള്ള സെക്ഷൻ തീർന്നിട്ടു. നെയിൽ കട്ടർ അത്യാവശ്യമാണ്. കുട്ടികൾക്ക് ഭയങ്കര ജനിച്ചപ്പോ എന്ത് നഖായിരുന്നു വയറ്റിന്റെ അകത്തിരുന്ന് നഖം വളർത്തായിരുന്നു, നഖവും മുടിയും. അപ്പൊ നമുക്ക് അതെടുക്കാം ആദ്യമേ. പിന്നെ ഓരോന്ന് ഓർമ്മയിലുണ്ട്, നമുക്ക് ഓർമ്മയില്ലല്ലോ എന്തൊക്കെ എടുത്തേന്ന്. നോക്കാം, ചോദിച്ചെടുക്കാം. തുണിയുടെ ഒക്കെ വേറെ. അത് പിന്നെ നമുക്ക് ആദ്യം ഇങ്ങനത്തെ സാധനങ്ങൾ നോക്കാം. പറയാ എല്ലാ കോസ്മെറ്റിക്സുമായി നെയിൽ കട്ടറായി. ഇനി നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ പോകാൻ. ഡ്രസ്സ് ആദ്യമേ ഡ്രസ്സ് തന്നെ എടുക്കാം. ന്യൂ ബോണിന് പറ്റിയ ഈ സെറ്റ് ആയിട്ട് വരുന്നില്ലേ ചേച്ചി ഡ്രസ്സ്? അല്ല, ന്യൂ ബോൺ ഇങ്ങനത്തെ. അത് തന്നെ. ഇത് തന്നെയാ ചോദിച്ചത്. 5 വരും അല്ലേ? വൈറ്റ് ഉണ്ടോ? പ്ലെയിൻ വൈറ്റ് ഉണ്ടോ? പ്രിയ അന്ന് വൈറ്റിന് വേണ്ടിയായിരുന്നു. എല്ലാം വൈറ്റ് ആണല്ലോ. അപ്പൊ ഡ്രസ് ഓക്കെ അല്ലോ? 5-10 ഡ്രസ് ഉണ്ട്. ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തു, യൂണിസെക്സ് ആയിട്ട് ഇങ്ങനെ കളർഫുൾ ആയിട്ട് എടുത്തു. അപ്പൊ അതായി. ഇനി എനിക്ക് വേദന വാങ്ങിച്ചൊക്കെ ഓർമ്മ വരും. ഭയങ്കര നോസ്റ്റാൾജിയ അല്ലേ? ഇനി നമുക്ക് മറ്റേ ഡൈപ്പറിന്റെ അടിയില് തുണി നോക്കണം. ഇതും എടുത്തിട്ടുണ്ട്. നമ്മളും വേദന ഇത് തന്നെയാണ് എടുത്തത്. സെയിം ഓർമ്മയുണ്ടോ? നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ നോക്കി. അപ്പൊ നമ്മുടെ വന്ന ലേഡിക്ക് അത് ഇങ്ങനെ നോക്കണ സ്ത്രീ പറഞ്ഞു തുണിയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും പറഞ്ഞു. പിന്നെ രണ്ടാമത് വന്ന് ഞങ്ങൾ തുണി എടുത്തു. അപ്പൊ ഇതും 5 എണ്ണം വരുന്നുണ്ട്. 5 എണ്ണം വരുന്നു. അപ്പൊ അതെടുത്തോ. അപ്പൊ മാച്ചിങ് ആയി ടോപ്പും ഇതും. ഇനി അടുത്തത് എന്താണ്, വല്ല ഓർമ്മയുണ്ടോ? റാപ്പേഴ്സ് നോക്കണം. ബിബ് വേണ്ടേ?
പാല് കുടിക്കുമ്പോ ബിബ് എടുക്കാം. ഓക്കെ, ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലേ. അത് അറിയില്ല ഏത് കുട്ടാന്ന് അറിയില്ല. നമുക്ക് യൂണിസെക്സിന്റെ എടുത്താൽ ഇതെന്താ ഇപ്പൊ നോക്കുന്നത്? ഇത് നമുക്ക് ബേബിനെ റാപ്പ് ചെയ്യാൻ. അതെന്തായാലും അത്യാവശ്യം, എസ്പെഷ്യലി മഴയത്തൊക്കെ നല്ല തണുപ്പായിരിക്കും. ഇങ്ങനെ റാപ്പ് ചെയ്ത് ഇങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ പിടിക്കാം. വേദുവിനെ ഇപ്പൊ ഇങ്ങനെ ഒന്ന് പുതിയ തോന്നിയാലോ. ഷാഷാന്ന് പറഞ്ഞത് എങ്ങനെ ഷൂട്ട് ചെയ്യും. അവൻ നമ്മളെ എടുക്കും. അതെ. ഓക്കെ, അപ്പൊ ഒരു ബ്ലാങ്കറ്റ് ആയി. ഇനി അടുത്തത് ബിബ് വേണം. പിന്നെ ചെറിയ ടവൽസ് വേണം. ഫേസ് ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട് പ്രിയ. എനിക്ക് ഓർമ്മയുണ്ട്, ഈ സെയിം സംഭവം നമ്മള് വാങ്ങിയത്. ഇത് നനച്ചിട്ട് എന്തെങ്കിലും തുടക്കണമെങ്കിൽ കുഞ്ഞിന്റെ മുഖം തുടക്കാനാ മെയിൻ, ബിക്കോസ് ഭയങ്കര സോഫ്റ്റ് ആണ്. വാഷ് ക്ലോത്ത് എന്ന് പറയും അല്ലേ. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോ ഒക്കെ അത്യാവശ്യം. അതെടുത്തോ, സെറ്റ് എടുത്തോ? ഇതൊരു സെറ്റ് എടുത്തോ. പിന്നെ ഇത് എടുത്തു, ബ്ലാങ്കറ്റ് എടുത്തു. പിന്നെ എന്താ ഇനി? ഇത് ബിബ് വേണം. ബിബ് സെറ്റാണ് വരുന്നത്. പക്ഷെ വലുതാണോ? ഇത് വലുതാ, ഇത് പറ്റില്ല. കളർ പക്ഷെ ഇതും വലുതാണല്ലോ. വൈറ്റ് ക്ലോത്തിന്റെ ഇല്ല. ഇല്ല, സ്റ്റോക്ക് ഔട്ട്. ഒന്നും വരാൻ സമയം എടുക്കുമല്ലോ. അതെ, അപ്പൊ അതാ വേണ്ട. ബിബ് ഒക്കെ ഇതൊക്കെ വേദുവിന് കിട്ടുന്ന പ്രായം, കുഴപ്പമില്ല. പിന്നെ വേറെ എവിടെയെങ്കിലും നോക്കാം. പ്രിയ, അതെ നമുക്ക് സാധാരണ മെറ്റേണിറ്റി കിറ്റിൽ ഇല്ല, പക്ഷെ നമുക്ക് ബെഡും കൂടെ എടുത്താലോ. കാരണം സാധാരണ കട്ടിലൊക്കെ കിടന്നാലേ ബേബീസ് വേന എടുക്കുമല്ലോ. മാത്രല്ല നെറ്റ് ഉണ്ട്. ആ, കൊതുകിന്റെ നെറ്റും ഉണ്ട്. ഇനി AC ഒന്നും ഇല്ലെങ്കിലും ഇത് കൊള്ളാം. നൈസ്. കംഫർട്ട്. ഇതെന്തായാലും എടുക്കാം. ബേബിക്ക് ഹെഡ് പില്ലോ ഉണ്ട്. കൊള്ളാം അല്ലേ. ഇതെന്തായാലും എടുക്കാം. ഇത് 1 വയസ്സ് വരെയൊക്കെ പറ്റില്ലേ ചേച്ചി? ഇത് കൊണ്ടു നടക്കാല്ലേ, വേറെ എവിടെയെങ്കിലും പോവാണെങ്കിലും എടുത്തോണ്ട് പോവാം. കൊതുകൊക്കെ അടിച്ചു കഴിഞ്ഞാലേ കൊച്ചുങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇതും എടുത്തോ. പക്ഷെ ഇതായിരുന്നു നല്ലത്. ഇത് അറ്റാച്ച്ഡ് അല്ല. എത്രയാണെങ്കിലും അറ്റത്തുനിന്ന് ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ഇതൊന്നും ഗ്യാപ്പ് വരില്ല. കൊട ഭയങ്കര വലുത്. അല്ല, കട്ടില് ചെറുതാകുമ്പോ ബാക്കിയുള്ളവർക്ക് കിടക്കാൻ സ്ഥലം കാണില്ല. ഇതാകുമ്പോ കറക്റ്റ് അതിന്റെ സൈസ് അല്ലേ ഉള്ളൂ. മാത്രല്ലേ കിടക്കാൻ പറ്റും. അതെ. അപ്പൊ ഒരു ഇതെല്ലാം ആയല്ലോ. നമുക്ക് വീട്ടിൽ പോയി അപ്പൊ ഒന്നും കൂടെ പാക്കിംഗ് എല്ലാം കൂടെ ഒന്ന് നന്നായി പാക്ക് ചെയ്യുന്നു. ഏത് നോക്കാം പ്രിയ. അപ്പൊ ഇനി എന്താ? ഓ പ്രിയ, ഇത് ഷോപ്പ് ചെയ്തുണ്ടല്ലോ. എടുക്കണത് എടുക്കാം അല്ലേ? ഓക്കെ. ഇങ്ങനത്തെ 3 പിങ്ക്, ബ്ലൂ. അതും വേദുവിന്റെ ഫേവറേറ്റ് ആനിമലും ഉണ്ട് ഒരെണ്ണത്തില്. അപ്പൊ അതെടുക്കാം. അടിയില് പിന്നെ ടവലായിരിക്കുമല്ലോ. ടവലല്ല, മറ്റേ ആ ഒരു തുണി ആയിരിക്കുമല്ലോ. ഓക്കെ. പിന്നെ വൈറ്റ് ഉണ്ട്. എനിക്ക് ആനയുള്ളത് എടുക്കാൻ പറയാം. ആനയുള്ളത് കൊടുക്കാം. ഇത് മതി. ആ, അത് മതി. പിന്നെ വേറെ എന്തോ പറഞ്ഞാൽ അത്യാവശ്യം സോക്സിനെ കാട്ടി അത്യാവശ്യം മിറ്റൻസ് ആണ്. പെട്ടെന്ന് പെട്ടെന്ന് വളരും. അത് അത്യാവശ്യമാണ്. അപ്പൊ കാണുന്നവരൊക്കെ ന്യൂ ബോണിന് മിറ്റൻസ് കമ്പൽസറി ആയിട്ട് ഇടുക. കാരണം കണ്ണൊക്കെ ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട്. ചൊറിഞ്ഞ് എടുക്കാലോ. മിറ്റൻസ് നോക്ക്. തൊപ്പിയും വേണ്ടേ? ഒരു തൊപ്പിയെങ്കിലും എടുക്കാം. മഴ വല്ലതും പെയ്താല് തണുപ്പായിരിക്കില്ലേ. ഇത് 2 ഉണ്ട്. ഇത് മിറ്റൻസും ബൂട്ടീസും ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ ജെൻഡർ ഏതാന്ന് അറിയാത്തത് കൊണ്ട് ഏതാണെങ്കിലും സന്തോഷം നമുക്ക്. ഏതാണെങ്കിലും ഉപയോഗിക്കാലോ. അതെ. അപ്പൊ അതെടുത്തോ. ഒരു തൊപ്പിയും കൂടെ എടുത്തോ. തൊപ്പി സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു. പിന്നെ ചെവി കവർ ചെയ്യണം അത്യാവശ്യം. അങ്ങനെ ഒരു തൊപ്പിയും കൂടെ എടുക്കാം. പ്രിയ പിന്നെ കളറും എല്ലാം സെലക്ട് ചെയ്ത് ക്വാളിറ്റി ഒക്കെ തൊട്ട് നോക്കിയിട്ടല്ലേ വാങ്ങുള്ളൂ. ആനയില്ല. ആനയുണ്ട് പ്രിയ. ആനയുള്ളത് എടുക്കുന്നേ. അതാ, അത് കൊള്ളാം. ഒരു ഇതെല്ലാം ആയല്ലോ അല്ലേ. ബെഡോ ഉണ്ടോ? ഓക്കെ. എങ്ങനെയുണ്ട് പ്രിയ എക്സ്പീരിയൻസ്? എനിക്ക് ഒന്നും കൂടെ എല്ലാം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വാങ്ങിയല്ലോ. അങ്ങനെയല്ല, ഫൈനൽ ആയിട്ട് എന്തൊക്കെയുണ്ട്? ബ്രെഡ് അത് പിന്നെ കഴിക്കണ സാധനം. അത് അപ്പുറത്തെ Cafe 17 ഉള്ളതുകൊണ്ട് ബെഡ്,
നെയിൽ കട്ടർ, പിന്നെ ഇങ്ങനത്തെ 5 സെറ്റിന്റെ ഡ്രസ്, ഇതും ടവൽസ് ഇതുമാതിരി താഴെ ഇടുന്ന, പിന്നെ ഇത് പുതയ്ക്കാൻ വേണ്ടി ബ്ലാങ്കറ്റ്, പിന്നെ ഇത് ഫേസ് ടവൽസ്, 2 മിറ്റൻസ് ആൻഡ് ബൂട്ടീസ് രണ്ടും ഉണ്ട്, ഒരു ക്യൂട്ട് എലിഫന്റ് തൊപ്പി, ഹിമാലയയുടെ ഫുൾ സെറ്റ്. അപ്പൊ ഒരു എല്ലാം ആയി. ഇനി ജസ്റ്റ് ഒന്ന് പ്രസവിച്ചാൽ മതി. പിന്നെന്തായിരുന്നു ഒരെണ്ണം കൂടെ? ഡ്രസ്സും കൂടെ ഉണ്ട്. അത് മറക്കരുത്. ഓക്കെ, എല്ലാം നല്ല രീതിയിൽ റാപ്പ് ചെയ്യണം. എല്ലായി സെയിം നമ്മള് വേദന ചെയ്ത പോലെ തന്നെ. ഓക്കെ, അപ്പൊ സസ്പെൻസ് വിളിക്കാം. എന്താ സസ്പെൻസ് വെച്ച് കഴിഞ്ഞാൽ വലിയ സസ്പെൻസ് ഒന്നും അല്ല. നമുക്ക് ആക്ച്വലി എന്നെ ഒരു കുട്ടി മെയിൽ ചെയ്തിരുന്നു. ഷീസ് ഗോയിങ് ത്രൂ വെരി ടഫ് ടൈം. ഹസ്ബൻഡിന്റെ ജോലിയൊക്കെ പോയി ആൻഡ് റിക്വസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒരു ഷീസ് നൗ 7 months pregnant. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഡെലിവറി കിറ്റ് വല്ലതും വാങ്ങി തരാവോ, ഹെൽപ്പ് ചെയ്യാവോ എന്ന്. സോ വി തോട്ട് വൈ നോട്ട്. നമുക്ക് ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ പക്ഷെ നമ്മൾ ഓൺലൈനിൽ ഒന്നും ഓർഡർ ചെയ്തില്ല, കാരണം ഒരു പേഴ്സണൽ ടച്ച് കാണലാന്ന് തോന്നി. വി പേഴ്സണലി വോണ്ടഡ് ടു കം ആൻഡ് സെലക്ട് ഈച്ച് ആൻഡ് എവറി ഐറ്റം വിത്ത് അവർ ഹാൻഡ്. ആൻഡ് വളരെ സന്തോഷത്തോടെ കൊടുക്കണം. ആരാ എവിടുന്നാന്നോ അല്ലെങ്കിൽ അതൊന്നും പറയില്ല, ആളെയും കാണിക്കില്ല. പക്ഷേ വി ഹോപ്പ് ഷീ ഹാസ് എ വെരി ഗുഡ് പ്രഗ്നൻസി. ആൻഡ് കൊച്ചുണ്ടാവുമ്പോൾ തൊട്ട് ഞങ്ങളുടെ ആക്ച്വലി ടൈം മാറിയത് വേദം ഉണ്ടായപ്പോൾ തൊട്ടാണ്. നല്ല സമയം വന്നത്. സോ ഐ എം ഷുവർ ആൻഡ് ഐ പ്രേ ദാറ്റ് ആ കുട്ടിക്ക് അതുപോലെ തന്നെ ഉണ്ടാവത്തേന്ന്. ഇപ്പം ഷീസ് ഇൻ ഹർ മദേഴ്സ് ഹൗസ്. 2 ദിവസം കഴിഞ്ഞ് നേരെ ഹസ്ബൻഡ് അവിടെ പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളെയും നേരിട്ട് വന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ വിചാരിച്ചു അപ്പോഴേക്കും നമുക്കും നേരിട്ട് സാധനം കൊടുക്കാമല്ലോ. സോ എല്ലാവരും ഹാപ്പി ആവും. ആൻഡ് ഇങ്ങനത്തെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഷീ ഷുഡ് ഓൾസോ ബി ഇൻ എ വെരി പോസിറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. സോ അങ്ങനെയാണ് ഞങ്ങൾ ഈ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ആൻഡ് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് വി ആർ ഓൾസോ ഗോയിങ് ബാക്ക് ടു അവർ ടൈംസ് ചെയ്തുകൊണ്ടായ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ. ആൻഡ് ഐ എം ഓൾസോ ഫീലിംഗ് വെരി ഗുഡ് മേക്കിംഗ് ദിസ് വ്ളോഗ്. സോ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ സാധനമൊക്കെ കിട്ടുമ്പോൾ ഷീൽ ഓൾസോ ബി വെരി ഹാപ്പി. നമ്മൾ വേറെ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ വേദുവിന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കുട്ടിക്കും ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഒരുപാട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓബിയസ്ലി എല്ലാവരും ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില കേസൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു കേസാണിത്. ആൻഡ് എന്തായാലും ഞാൻ വീണ്ടും പറയാം, എവ്രി വൺ ഈസ് ഗോയിങ് ത്രൂ, എവ്രി വൺ എന്ന് പറയാൻ പറ്റില്ല, മെജോറിറ്റി ഓഫ് പീപ്പിൾ, ഭൂരിപക്ഷം ആൾക്കാർ ഇസ് ഗോയിങ് ത്രൂ ടഫ് ടൈംസ്. അത് നമുക്ക് മനസ്സിലാവും, കാരണം നമ്മുടെ ചുറ്റുവട്ടമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഐ എം ഷുവർ നമ്മുടെ മൈൻഡ് പോസിറ്റീവാക്കി വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ടേൺ ഔട്ട് ഫൈൻ. ആ മൈൻഡ് പോസിറ്റീവാക്കി വെക്കാനാണ് പാട്. അതൊരു ട്രെയിനിങ് തന്നെയാണ്. നമ്മൾ ഫിസിക്കലി എങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ മൈൻഡിൽ നല്ല കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യുന്നത് പാടാണ്. പക്ഷെ അങ്ങനെ ട്രെയിൻ ചെയ്യാൻ നോക്കുക. ഐ എം ഷുവർ ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ ടു യു. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സക്സസ്ഫുൾ പീപ്പിളിൻ്റെയും ഒരു സീക്രട്ടാണത്. ദേ ട്രെയിൻ ദെയർ മൈൻഡ് ടു തിങ്ക് പോസിറ്റീവ്ലി ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അപ്പോൾ അതൊന്ന് എന്തായാലും ഒരു കിടിലൻ ദിവസമായിരുന്നു. ഭയങ്കര നോസ്റ്റാൾജിക് ദിവസമായിരുന്നു. എന്താ പറയുക, മതിയാവുന്നില്ലേ നോക്കി അവിടെ എല്ലാം ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും ഗേൾസിന്റെ ഡ്രസ് ആയിരിക്കില്ലേ കൂടുതൽ ഭംഗി. ഇതുണ്ട്, അതെ ഇവിടെ ഇരിക്കുന്ന എന്തോ ബേബി ഇതെന്തോ ഷെൽഫ് കണ്ട, അതും ഗേൾസിന്റെ അല്ലേ. എല്ലാം ഗേൾസിന്റെ. എന്നാലും പൈസ ചെലവുന്നതിന് ഒരു കുറവില്ലല്ലോ വേദുവിന്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെ അതൊക്കെ ഉണ്ട്. അതെ, പിന്നെ ഗേൾസിനും കാർ ഇഷ്ടമുള്ള ഗേൾസ് ഒക്കെ ഉണ്ട്. ദിയക്കൊക്കെ ഭയങ്കര ഇഷ്ടം. സൈക്കിളും കാറും ഒക്കെ ഉണ്ട്, ഭയങ്കര ഇഷ്ടം. അതെ, മതി വാ പോവാ. ഇനി ഇവിടെ നിന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ആഗ്രഹിച്ച് ചിലപ്പോൾ നടക്കും ചെയ്യും. അത് പിന്നെ വേറെ പ്രത്യേകം പറയാനുള്ളത്, ഈ ഫസ്റ്റ് ക്രൈനാണ് ഞാൻ അറിയാൻ ഏറ്റവും കൂടുതൽ വേദുവിന് വാങ്ങിയിരിക്കുന്നത് കൊച്ചിയിലേക്ക്. അപ്പോൾ ഈ ഓൺലൈനിൽ മാത്രമേ വാങ്ങാറുള്ളൂ, കാരണം ഭയങ്കര നല്ല ഓഫേഴ്സ് വരും ഫസ്റ്റ് ക്രൈയുടെ ഓൺലൈനിൽ. പക്ഷേ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്റ്റോറിലും ഇല്ല. ലുല്ലുവിൽ ഫസ്റ്റ് ക്രൈയിലില്ല. ആ സമയത്ത് ഇവിടെ കലൂരിലെ ബ്രാഞ്ചിൽ വന്നു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഫസ്റ്റ് ക്രൈയുടെ സ്റ്റോറി വന്നു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ എന്ത് ഓഫേഴ്സ് ഉണ്ടോ അത് നമ്മൾ ഇവരെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം ഓഫേഴ്സ് ഇവിടെ കിട്ടും. അതൊരു നല്ല കാര്യം. അപ്പോൾ നമുക്ക് സാധനം എടുത്ത് ഫീലും ചെയ്യാം. ആ സമയത്ത് സെയിം ഓൺലൈൻ ഓഫേഴ്സ് ഇവിടെ കിട്ടും. ഇപ്പോൾ ഓൺലൈൻ്റെ കൂപ്പൺ കോഡൊക്കെ അവർ ഇടുന്നുണ്ട്, അതുകൊണ്ട് ഡിസ്കൗണ്ട്സും കിട്ടും. അപ്പോൾ നിങ്ങൾ ഏത് ഫസ്റ്റ് ക്രൈയുടെ റീറ്റെയിൽ സ്റ്റോറിൽ പോയാലും ഇവരോട് ചോദിക്കുക ഈ സാധനമൊക്കെ ഓൺലൈനിൽ ഓഫേഴ്സ് ഇവിടെയും കിട്ടുമോ. ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. കാരണം ഓൺലൈനിൽ അത്രയും നല്ല ഡിസ്കൗണ്ട്സ് കിട്ടുന്നത്. എന്നാലും ഡിസ്കൗണ്ടും കൂടെ കിട്ടുമ്പോൾ കുറച്ചുകൂടെ സന്തോഷമാവും ഷോപ്പിംഗ്. ഇവിടെ പാക്ക് ചെയ്യുന്ന സമയം കൊണ്ട് പ്രിയ ഭയങ്കരമായിട്ട് നോസ്റ്റാൾജി ആവുകയാണ്. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, 2 എണ്ണം കണ്ട് ഓർമ്മയ്ക്കുണ്ട്. ഇപ്പൊ
അവന്റെ വയറിന്റെ ഇവിടെ ക്രോപ്പ് ടോപ്പ് പോലെ. താഴേക്കിറങ്ങില്ല. പ്രിയ ഇപ്പോഴും ഇടക്കിടക്ക് ഇടിപ്പിക്കാൻ നോക്കും, പഴയ വേദുവിനെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി അല്ലേ. സ്വഭാവം മാത്രം പഴയ വേദമായിട്ട് വരുന്നില്ല. അയ്യോ, എന്തായാലും ആ ഒരു ഫേസ് എല്ലാരും ഇപ്പൊ നമ്മളീ കൊടുക്കുന്ന കുട്ടിയൊക്കെ എല്ലാ പാരന്റ്സിനോട് എനിക്കൊരു പ്രത്യേക റിക്വസ്റ്റ് ഉണ്ടായിച്ചാൽ കുഞ്ഞ് ജനിച്ചതിന് ശരിക്കും 1 year ആവുന്നവരെ ശരിക്കും കുഞ്ഞിന്റെ കൂടെ എൻജോയ് ചെയ്യുക. ബിക്കോസ് ആഫ്റ്റർ 1 year ഇങ്ങനെ വളരുന്നത്. അപ്പൊ ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രി കാണും, അത് കാണും. അപ്പൊക്കെ കുറച്ച് വിഷമമായിരിക്കും, പക്ഷെ പിന്നീട് നമ്മളത് ഓർക്കുമ്പോ വളരണ്ടായിരുന്നു തോന്നിപ്പോ അല്ലെ. ശരിക്കും പ്രഗ്നന്റ് ആയിരിക്കുമ്പോ നമ്മൾ പറയും എങ്ങനെയെങ്കിലും പുറത്ത് വന്നാൽ മതി. പുറത്ത് വന്നു കഴിയുമ്പോ പറയും എങ്ങനെയെങ്കിലും എണീറ്റിരുന്നാ മതി. എണീറ്റിരിക്കും പറയുമ്പോ എങ്ങനെയെങ്കിലും നടന്നാ മതി. ഇതെല്ലാം നടന്നു കഴിയുമ്പോ വിചാരിക്കും എങ്ങനെയെങ്കിലും വയറ്റിന്റെ അകത്ത് പോയാൽ മതി. ഹാപ്പിയാണോ? നല്ല പാക്കിംഗ്. എന്തായാലും ഐ ആം ഷുവർ ആ കുട്ടിയും ഭയങ്കര ഹാപ്പി ആവും, കാണുന്നവരും ഹാപ്പി, എല്ലാരും ഹാപ്പി ആവുന്ന ഒരു വ്ളോഗ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താ ഒന്നും പറയാൻ ഭയങ്കര ഓവർവെൽഡ് ആണ്, ഭയങ്കര സന്തോഷം. പോവാപ്പോ ഓക്കെ. വേദുവിനെ കാണിക്കരുത് കേട്ടാ, ഒളിപ്പിച്ച് വെച്ചോണം. കാണില്ല. അങ്ങനെ അതും കഴിഞ്ഞു. 7 months ആയിരുന്നു. പ്രിയക്ക് അത് കണ്ടപ്പോ ഭയങ്കര ഇമോഷണലൊക്കെ ആയിപ്പോയി. കുറച്ച് കുറെ പ്രഗ്നൻസി അഡ്വൈസും ടിപ്സ് ഒക്കെ കൊടുത്തു. അതൊക്കെ ചെയ്യും. ഞാൻ ഒരു മെയിൻ ടിപ്പ് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കാൻ പറഞ്ഞു. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആവില്ലല്ലോ. അപ്പൊ എന്തായാലും ഇനി ബേബി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ബി ഫൈൻ. കുഞ്ഞുണ്ടാവുമ്പോഴേക്കും ദിൽ ബി ബാക്ക് ടു അവരുടെ ജോലിയൊക്കെ തിരിച്ചു കിട്ടട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കാം. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഒരു നല്ല വ്ളോഗായിരുന്നു, നല്ല ഒരു ദിവസമായിരുന്നു, ഹാപ്പി ആയിരുന്നു. എന്തായാലും വന്ന് മീറ്റ് ചെയ്തല്ലോ. എന്താ എന്ത് ഒന്നും എല്ലാവർക്കും ഒന്നും ചെയ്യാറൊന്നുമില്ല. എന്താ ഞങ്ങൾ അംബാനി ഒന്നും അല്ലല്ലോ. എന്താ ബുദ്ധിമുട്ട്? ഭയങ്കര നടുവേദനയും കൈവേദനയും കാലുവേദനയും ഒക്കെ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ മാസം ബഡ്ജറ്റ് കഴിഞ്ഞ അടുത്ത മാസം നോക്കാം. ആരാ? അടുത്ത മാസം മതി. ആരാ ബഡ്ജറ്റ് തന്നെ? എനിക്കാണ് നല്ല നടുവേദന. മമ്മിയുടെ നടുവരെ ആ ശരിയാക്കി തരും മമ്മി. ഓക്കെ. ഏതോ മമ്മിയുടെ കുറച്ച് ബ്ലണ്ടർ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പക്ഷെ സംഭവിക്കും. അതൊന്നും കുഴപ്പമില്ല. ഭയങ്കര ടെൻഷനാണ്. അത് കുഴപ്പമില്ല അബി, ഞാൻ കഴിച്ചോളാം ബിസ്ക്കറ്റ്, ഒരു ടെൻഷൻ വേണ്ട. അപ്പൊ എന്തായാലും ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ ഏത് പോയാ സ്റ്റേ ഹെൽത്തി, ബൈ.